ഗൈസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര അടിപൊളി സെറ്റപ്പിലുള്ള സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളും തേടി നമ്മൾ ചിലപ്പോൾ വീക്കെൻഡിലൊക്കെ ടൂർ പോവും, പുറത്തൊക്കെ പോകാറുണ്ട്. ഈവനിങ്ങിലൊക്കെ കുട്ടികളെ കളിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികളായിട്ടൊന്ന് ഔട്ടിങ്ങിനൊക്കെ നമ്മൾ പല പല എന്താ പറയുക ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോകാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, അധികം ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. ആ സൈഡിലും ബാക്ക് സൈഡിലും പുഴയുടെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കൂ. സംഭവം ആ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും പോകും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഉച്ച സമയത്താണ് കേട്ടോ. ഉച്ച സമയത്ത് വരെ ഇവിടെ ഇത്രയും തണലാണ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും. നമ്മൾ കുട്ടികളായിട്ടൊക്കെ ധൈര്യമായിട്ട് വരാം കേട്ടോ. രണ്ട് സൈഡിലും എന്താ പറയുക ഗ്രില്ലിൻ്റെ മതിലൊക്കെ ഉണ്ടാവുകൊണ്ട് കുട്ടികൾ പുറത്ത് പോകുന്ന പ്രശ്നമോ പുഴയിലേക്കോ റോട്ടിലേക്കോ പോകുന്ന പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമാധാനമായിട്ട് തന്നെ എല്ലാ സൈഡിലൂടെയും പോയി കളിക്കാം. പുഴ കാണാം, റോഡ് കാണാം, ചെടികൾ കാണാം, ഗെയിമുകൾ കളിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്പേസ് വരുന്നത്. റിവർ വ്യൂ ചൊവ്വാണ, നമ്മുടെ രാമപുരം സ്കൂൾ പടിയിൽ നിന്ന് ഉള്ളിലേക്ക് റോഡിന് കയറിയിട്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തോട്ടിൽ കുട്ടികൾ കുളിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആടിനെ കുളിപ്പിക്കുന്നുണ്ട്. പൊതുവേ കുളിക്കാൻ മടിയിലൊരു സംഭവമാണ് ആട്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ, വയലുകളും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മോൻക്ക് നമ്മളൊരു ചെറിയ റോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഏരിയയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആരെങ്കിലും ക്യാരക്ടേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു റോൾ കൊടുക്കും, താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എഫേർട്ട് ഏകദേശം മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട എഫേർട്ടിലാണ് ഒരു മിനിറ്റിൻ്റെ വീഡിയോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കൂടുതൽ ലാഗ് ആക്കണില്ല. ഒരുപാട് കാണികളും കുട്ടികളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് നമ്മുടെ ചാനലൊക്കെ പരിചയപ്പെട്ട് വീഡിയോ കാണാനും വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക, കൂടുതൽ നീട്ടി വലിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു പുതിയ സ്ഥലം കാണിച്ചെന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക.